വിശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. ഇപ്പൊ എങ്ങനെയാണ്? ചൂടുകാലമൊക്കെയാണ്, വേനൽക്കാലമാണ്, ആവി, ചൂട്, അതിനിടയിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നു. അതിനിടയിൽ ഓടി നടക്കുന്നു. ഈ സ്ഥിതിയെല്ലാം എല്ലാം മാർച്ച് മാസമൊക്കെ നല്ല ചൂടിന്റെ കാലമാണല്ലോ. മാർച്ച് ഏപ്രിൽ മെയ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ചൂട് കാലത്ത് കുറച്ച് തണുപ്പൻ വിശേഷങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതായത് മനസ്സ് തണുപ്പിക്കാനാട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ വന്ന് നിൽക്കുമ്പോൾ എപ്പോഴും മനസ്സ് തണുത്താണ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതുപോലെ പ്രേക്ഷകർക്കൊന്ന് മനസ്സ് തുണക്കാൻ എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു പരസ്യവിധ, വിശ്വാസം അതല്ലേ എല്ലാം. സത്യത്തിൽ നമ്മൾ ഈ കല്യാണം കഴിക്കുന്ന അന്ന് മുതൽ അതല്ലേ എല്ലാം. വിശ്വാസം അതല്ലേ എല്ലാം. എനിക്ക് തോന്നുന്നു വിശ്വാസത്തിന് ഒത്തിരി വലിയ തലങ്ങളിൽ അർത്ഥമുണ്ട് വിവാഹ ജീവിതത്തിൽ. ദൈവത്തിലുള്ള വിശ്വാസം, മക്കളിലുള്ള വിശ്വാസം, പരസ്പരമുള്ള വിശ്വാസം. എനിക്ക് തോന്നുന്നു ആ വിഷയത്തെ പറ്റി കേൾക്കണമെന്നാണ് ഇന്ന് ആഗ്രഹം. ഈ വിശ്വാസത്തിൻ്റെ ഭാഗ്യമായ പ്രകടനമാണ് ഉപേക്ഷ, പുറപ്പാട്. ഇത് രണ്ടുമാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. നമ്മൾ ചില കാര്യം ഉപേക്ഷിക്കുന്നത് ഒരു വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലാണ്. നോമ്പ് കാലത്ത് മാംസം വേണ്ടെന്ന് വെക്കുന്നതും ചിലപ്പോൾ മത്സ്യമോ മുട്ടയോ ഒക്കെ വേണ്ടെന്ന് വെക്കുന്നതും ഒരു വിശ്വാസം, അല്ലാണ്ട് ആരും അതങ്ങനെ പറഞ്ഞിട്ടല്ലല്ലോ. ഒരു വിശ്വാസമാണ്, അതിനതിൻ്റേതായ വിലയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒരമ്മ, ഒരു ഭാര്യ കുറേ സഹനങ്ങളൊക്കെ പരാതി കൂടാതെ സഹിക്കുമ്പോൾ ഒരു വിശ്വാസമാണ് എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും നന്മ വരാൻ വേണ്ടി. ഇപ്പം പറഞ്ഞ് ഞാൻ അസീസി ഞാൻ കണ്ടിട്ടുണ്ട്. ധ്യാനമന്ദിരത്തിൽ ഒരു മുറിക്കകത്ത് മണൽ വിരിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതുമ്പം അമ്മ പോയി മുട്ടുകുത്തി 2 മണിക്കൂർ കൈ വിരിച്ച് കൊന്ത ചെല്ലുക. അമ്മയുടെ വിശ്വാസം, ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൊച്ചിന് ഓർമ്മശക്തി കിട്ടും. ഒരു വിശ്വാസം. അപ്പം നമ്മൾ ചില കാര്യം ഉപേക്ഷിക്കും. അപ്പം ഉപേക്ഷ ഏറ്റവും കൂടുതൽ നടത്തുന്ന സ്ത്രീയാണ് നമ്മുടെ നാട്ടിൽ. കെട്ടിയവൻ്റെ വീട്ടുപേരും അവിടെ ഉണ്ട്, അവൻ്റെ വീടും ഉണ്ട്, അവൻ്റെ മണ്ണും ദേശവും ഉണ്ട്. ഇവളോ ഒന്നും അറിയാത്തൊരു സ്ഥലത്തൊന്നും പറിച്ചു നടന്നതുപോലെ ഒരു പുതിയ സ്ഥലത്തേക്ക് വരിക. ശരിയാ, വീട്ടുപേരും പോയി, എല്ലാം പോയി. കൂടെയുള്ള അപ്പൻ്റെ പേര് പോലും മാറി കെട്ടിയവൻ സ്ഥാനം പിടിച്ചു. ഒരു ഉപേക്ഷയുണ്ട്. അപ്പം അതെന്തെന്ന ഒരു വിശ്വാസത്തിലാണ്. എൻ്റെ അപ്പനേക്കാൾ കൂടുതൽ ഇവൻ എന്നെ കരുതും. അവനോർക്കും എൻ്റെ അമ്മയേക്കാൾ കൂടുതൽ ഇവൻ എന്നെ കരുതും. എൻ്റെ ആങ്ങളമാരേക്കാൾ ഇവൻ എന്നെ കരുതും. എൻ്റെ പെങ്ങന്മാരേക്കാൾ ഇവൻ എന്നെ കരുതും. ഈ വിശ്വാസമാണ് കുടുംബത്തിൽ എല്ലാം ഉപേക്ഷിച്ച് പോരാനായിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പം, ഉപേക്ഷിച്ച് വരുമ്പം അതിന് അനുവാദികമായൊരു സ്വീകരണം കൊടുത്തില്ലെങ്കിൽ അവളുടെ മനസ്സ് തകരും. അതാണ് ദാമ്പത്യത്തിൻ്റെ ആദ്യകാലങ്ങളിൽ പ്രശ്നം. കുറച്ച് കഴിയുമ്പം മനസ്സിലാക്കി അഡ്ജസ്റ്റ്മെൻറ്റ് ധാരണയൊക്കെ ആയി. പക്ഷെ ആദ്യകാല ക്ഷതം ഭയങ്കരമാണ്. ഒരു വിത്ത് തേങ്ങയ്ക്ക് ഒരു പരിക്കുണ്ടെങ്കിൽ ഉണ്ടാകുന്ന തെങ്ങിനും ഉണ്ടാവും പരിക്ക്. അതുകൊണ്ട് വിത്ത് തേങ്ങ കെട്ടിയിറക്കണമെന്ന് പറയും. ഇതുപോലെ നമ്മളെല്ലാം വിട്ടുപോരുകയാണ്. ഇപ്പം ഭർത്താവ് ഒരുപാട് ആദരവോടെ ഭാര്യയെ കാണണം. ഭാര്യ കെട്ടിയവനെ കാണുന്നതിനേക്കാൾ കൂടുതൽ. കാരണം അവളെല്ലാം വിട്ടതാ. വീട്ടുപേര്, അപ്പൻ്റെ പേര്, വീട്, ബന്ധുക്കൾ, സ്വന്തം ജനമെല്ലാം. രാജപുത്രി നീ പിതൃഗ്രഹത്തെ മറക്കുക എന്ന് പറയും സീറോ മലബാർ സഭയിൽ വിവാഹത്തിൻ്റെ ഒരു വാക്കാണ്, സത്യമാണ്. അപ്പം ഭർത്താവോ അവളും ഓർക്കണം, അമ്മയെ വിട്ടു, എല്ലാം വിട്ട് എന്നോട് വീട്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ ഒട്ടിച്ചേർന്നിരിക്കുന്നത്. പിന്നെ എന്നോട് കൂടി നമ്മുടെ ഒരു പുതിയ ജീവിതമാണ്. അപ്പം അവിടെയാണ് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് ഉപേക്ഷ. ഒപ്പം പുറപ്പാട്. ഒരു പുറപ്പാടുമുണ്ട്. എന്താ പുറപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 2 കാലിൽ ഓടി നടന്നൊരു പെണ്ണ. എന്ത് ഫ്രീ ആയിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ 3 കാലായി. എൻ്റെ ഒരു കാല്, കെട്ടിയവൻ്റെ ഒരു കാല്, നടക്കത്തെ കാല് കൂട്ടി കെട്ടിയിരിക്കുക. അപ്പം ഭർത്താവിന് ഉപ്പ് ഉപയോഗിക്കാൻ വേണമെങ്കിൽ ഉപ്പ് ഇഷ്ടമുള്ള ഞാനും വേണ്ടെന്ന് വെച്ചു. അതാണ് പുറപ്പാട്. ഭാര്യയ്ക്ക് ഫാനിൻ്റെ കാറ്റ് പനി വരുന്നുവെങ്കിൽ ചൂടടിച്ചാലും ഫാനില്ലാതെ കിടന്നുറങ്ങണം. അതാണ് പുറപ്പാടെന്ന് പറയുക ജീവിതത്തിൽ. ചിലപ്പം ഞാൻ തീരുമാനിക്കുന്ന പല കാര്യവും നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ അവൾ വന്നപ്പോഴത്തേക്ക് വേറൊരു 3-ാം കണ്ണ് നമുക്കുണ്ട്. അവൾ വരത് വേണ്ട. അതായിരിക്കും നല്ല വിവേകമായ ഉപദേശം. അപ്പം ഞാൻ പുറപ്പെട്ടു. എന്നിൽ നിന്നും ഞാൻ പുറപ്പെടുകയാണ് ഭാര്യയുടെ ലോകത്തെ. ഇവക്കോ അതും ഇതും വിളിച്ച് പറഞ്ഞ കടുംപിടുത്തമുള്ളവളാണ്. പക്ഷെ സാവധാനം പിടികിട്ടി അത് വേണ്ട, അല്പം കൂടെ വിനയവും വിധേയത്വവും, ഈ കടുംപിടുത്തം വേണ്ടാന്ന് വെച്ചു. ഇതാണ് ഉപേക്ഷയും പുറപ്പാടും.
പിന്നെ വേറൊരു മൂന്നാമത് ലോകം ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഭാര്യയുടെ വീടും മാറി, കെട്ടിയവൻ്റെ വീടിൻ്റെ അന്തരീക്ഷവും മാറി. ഇനി ഞാനും എൻ്റെ ഭാര്യയും ഞാനും എൻ്റെ ഭർത്താവുമുള്ള ഒരു മൂന്നാം ലോകം. ആ ലോകത്തിൽ പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ക്രമീകരണ അഡ്ജസ്റ്റ്മെൻറ്റുകളുമാണ്. ഇതാണ് വിശ്വാസം. ആ വിശ്വാസത്തോടെ മാത്രമേ ദാമ്പത്യം വിജയിക്കുകയുള്ളൂ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ വീട്ടിലെ മോളെ പോലെ ഞാൻ നിന്നാൽ വിജയിക്കുകയില്ല. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടും എൻ്റെ വീട്ടിലെ മോനെ പോലെ നിന്നാൽ വിജയിക്കുകയില്ല. ഇനി നമ്മുടെ ഒരു പുതിയ ലോകമാണ്. ആ ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. പിന്നെ ഓർക്കണം, ഇതൊരു റിലേ ഓട്ടമാണ്. ഒരു ബാറ്റും പിടിച്ചുകൊണ്ട് ഓടുന്നു, അത് അടുത്തയാൾ കൈമാറി ചെയ്യുന്നു. ആദോ ഹവ്വായും ഓടി, അബ്രഹാം സാറ ഓടി, ഇസ്ഹാക്ക് റബേക്ക ഓടി, യാക്കോബ് റേച്ചൽ ഓടി. ഇതുപോലെ ഇന്ന് എൻ്റെ അപ്പനും ഏൽപ്പിച്ച ഒരു ബാറ്റൻ ഞാൻ ഓടുന്നു. അത് കൈമാറി അടുത്തവർ കൊടുത്തു പോകും. ആ കാഴ്ചപ്പാടിൽ ഇത് കാണുമ്പം ചെറുതും വലുതുമായ പ്രതിസന്ധിയും വേദനയും വന്നാലും സാരമില്ല, പോട്ടെ, അങ്ങനെ വെക്കാൻ പറ്റും. ഈ കാഴ്ചപ്പാട് നമ്മൾ കാണുമ്പോഴാണ്. അപ്പം അങ്ങനെയുള്ള കാഴ്ചപ്പാട് ഇന്ന് സംഭവിക്കും. ഈ ഓട്ടം നമുക്ക് വ്യക്തതയില്ലാത്ത ഇരുട്ടിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് ചാടിക്കും. ആദ്യകാലങ്ങളിൽ ഒന്നും ഉറപ്പല്ല, ഇതെന്താ, വീടെന്താ, നാളെ എന്താ വരാൻ പോണത്, ഒരു ഇരുട്ടിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്യും. അവിടെ പിടിച്ചു നിൽക്കുന്ന പ്രകാശമായിട്ട് ദൈവത്തെ മുറുകെ പിടിക്കണം. ഞാൻ ഓർക്കുമായിരുന്നു അച്ഛൻ പറയുന്നത് കേട്ടിരിക്കുമ്പം, ഈ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ല നമ്മുടെ ഇന്നത്തെ കാലത്തെ പോക്കൊക്കെ. ഇപ്പം നമ്മളൊരു കല്യാണം കഴിച്ചൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പോലും ഈ പറഞ്ഞ പോലെ എത്ര കാലം കഴിഞ്ഞാലും അടുക്കള നമുക്ക് കിട്ടത്തില്ല. അമ്മായിയമ്മ അതങ്ങനെയാണ്. അമ്മയുടെ അധികാര സ്ഥാനമുള്ള അടുക്കളയിൽ നമുക്കങ്ങനെ കയറാൻ പറ്റില്ല. എത്ര കഴിഞ്ഞാലും പറ്റില്ല. അവരായിരിക്കും അത് കയറി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പലരും പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും സ്വത്തെല്ലാം ഭർത്താവിൻ്റെ ആണല്ലോ. അപ്പൻ്റെ വീതം കിട്ടിയത് ഭർത്താവിനല്ലേ. നമ്മുടെ പേരിലൊന്നും ഇല്ലെന്ന് പറയുമ്പം എപ്പോൾ വേണമെങ്കിലും നിനക്ക് ഇറങ്ങിപ്പോവാം, ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ, നിനക്ക് പറ്റില്ല, നീ പൊക്കോ, നിൻ്റെ അല്ലല്ലോ, നീ നേരെ പോ. അങ്ങനെ ഇഷ്ടംപോലെ ഡയലോഗുകൾ എപ്പോഴും പറയുമ്പം ഒരുപാട് കോംപ്ലക്സും പ്രശ്നങ്ങളും നമ്മുടെ പേരിലൊരു പല സ്ത്രീകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ പേരിലൊരു 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ കുറേ ഈഗോ വർത്താനങ്ങളല്ലേ ശരിക്കും അത് ഭയങ്കരമായിട്ട്. എൻ്റെയാണ്, നിൻ്റെ അല്ല. ഉദ്യോഗസ്ഥരായ ദമ്പതികളുടെ ലോകത്ത് ആ വാക്ക് ബാധിക്കുകയല്ല. കാരണം ഞങ്ങൾക്ക് വേണേൽ ഫ്ലാറ്റിൽ പോയി താമസിക്കാം, ഒന്നും വേണമെന്നില്ല. ഇത് വ്യാവസായിക കാർഷിക മേഖലകളിലെ ദമ്പതികളിലെ ഇതൊരു മുറിവ് വരുത്തുള്ളൂ, ആ രീതി. പിന്നെ പുതിയ തലമുറയിൽ എല്ലാ പെണ്ണുങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ പണിയായിപ്പോയി, പഴയതുപോലല്ല. ഒന്നുമില്ലാതെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഇന്ന് ആ വാക്കുകൾക്ക് ഒരു വിലയുള്ളൂ. അങ്ങനെയുള്ള വാക്ക് പറഞ്ഞാൽ പോടാവില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവും. അവളും പോവും, അവനും പോവും. അങ്ങനെ കാലങ്ങൾ മാറാൻ തുടങ്ങി. ചില കുടുംബങ്ങളിൽ മരുമകൾ വരുമ്പോഴേ തന്നെ അമ്മ അടുക്കളയിൽ നിന്ന് മാറിക്കൊടുക്കുന്ന കളിലുണ്ട്. ഒത്തിരി പേരങ്ങനെ ചെയ്യും. നമ്മൾ ഒരുമിച്ച് ഓരോ പണി ചെയ്യുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, ഒരുമിച്ച് ചെയ്യുന്നു. പിന്നെ വിളമ്പി വെച്ചോ, സ്വന്തം കെട്ടിയനുള്ള കാപ്പി കൊണ്ടുപോയി അമ്മ കൊടുക്കും, മകന് വേണമെങ്കിൽ അവൾ വിളമ്പിക്കോടെന്ന് വെക്കും. അതൊരു ഷെയറിങ് ആണ് ആ രീതിയിൽ. അതുകൊണ്ടാണ് ഈ കത്തോലിക്ക ഭവനങ്ങളിൽ കല്യാണം കഴിഞ്ഞ് മരുമകൾ വരുമ്പം നെറ്റിയിൽ കുരിശ് വരച്ച് കൊന്ത കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താ? അത് നവോമി എന്ന അമ്മായിമ്മ റൂത്ത് എന്ന മരുമകളോട് പറഞ്ഞതുപോലെ, ഇന്ന് മുതൽ എൻ്റെ ദൈവം നിൻ്റെ ദൈവം, എൻ്റെ ഭവനം നിൻ്റെ ഭവനം. കുരിശ് വച്ചിട്ട് പറയുകയാണ്, മോളെ, ഇന്ന് മുതൽ കുരിശിൻ്റെ ജീവിതം നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് നയിക്കും. ഇന്നൊരൊറ്റയ്ക്കായിരുന്നു, ഇന്ന് മുതൽ ഒരുമിച്ച് നയിക്കും. ഇനി ഈ വീട്ടിലെ കുരിശ് വരയ്ക്കേണ്ടത് നീയാണ് നേതൃത്വം. വീടിൻ്റെ എല്ലാ കാര്യം നേതൃത്വം പഴയ പുരോഹിതയായ ഞാൻ, പഴയ പുരോഹിതയായ നിന്നെ പരമേൽപ്പിക്കുന്നു. അതാണ് വിവാഹം കഴിഞ്ഞ് കുരിശ് വെച്ച് കയ്യെ പിടിച്ച് അകത്തോട്ട് കയറുന്ന രീതി തന്നെ ഇതാണ്. അപ്പം ഇതൊരു വിശ്വാസ പാരമ്പര്യത്തിലൂടെ കരുത്തിപ്പിടിക്കുന്നതാണ്. അപ്പം അതിൽ ബലത്തോടെ നിൽക്കുന്നവർ ബലപ്പെട്ടു പോകും, ബലമില്ലാത്തവരെ തടയുകയും ചെയ്യും. ഇവിടെയൊക്കെ ഓർക്കാനുള്ളതേ ഉള്ളൂ, അമ്മായിമ്മയും ഓർക്കണം, മരുമോളും ഓർക്കണം, മകനും ഓർക്കണം. ഇത് ഇരുട്ടിലേക്കുള്ളൊരു ചാട്ടമാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. മക്കളുണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, വ്യക്തമല്ല. ഭർത്താവിന് സ്ട്രോക്ക് വരാം, വീണുപോവാം. ഭാര്യയ്ക്ക് ക്യാൻസർ വരാം. ഒരു വിശ്വാസം ഒന്നും വരികയല്ല, അങ്ങ് ആയിക്കോട്ടെ, ഒന്നും വ്യക്തമല്ല. ഈ വ്യക്തമല്ലാത്തടത്ത് ഏക ഉറപ്പ് ദൈവം മാത്രമാണ്. എൻ്റെ സമ്പത്ത് ചോർന്നു പോകാം, സൗന്ദര്യം ചോർന്നു പോകാം, സ്വാധീനവും എല്ലാം നമുക്ക് ചോർന്നു പോകാം. ചോരാത്തത് ദൈവം മാത്രം. അപ്പം ദൈവത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടൊരു യാത്രയാണ് ഇരുട്ടിലേക്കുള്ള യാത്ര. അപ്പം എന്ത് സംഭവിക്കുന്ന ആർക്കറിയാം? ഉണ്ടാകുന്ന കുഞ്ഞ് ചിലപ്പം
ഡൗൺ സിൻഡ്രോം ഉള്ള കുഞ്ഞായിരിക്കാം, അതില്ലാതെ കിട്ടുന്നു ഒരു ഭാഗ്യം, അത്രേ ഉള്ളൂ. അല്ലെ ഓട്ടിസം ബാധിച്ച കുഞ്ഞായിരിക്കും, ഒരു ഇരുട്ടിലേക്ക് ഒരു ചാട്ടും, ദൈവം കാക്കും. ഇങ്ങനെ ഉണ്ടെങ്കിൽ വിവാഹം സ്വർഗമായിട്ട് നമ്മൾ പറയും ഭൂമിയിലെ സ്വർഗമാണ് കുടുംബം. അപ്പം ഈ ഇരുട്ടിലേക്ക് ചാടുമ്പോഴും ഒരുറപ്പ്, സാരമില്ല, സ്വർഗമായിരിക്കും. ഇതുവരെ കാണുന്ന ദൈവമുണ്ട്, ഇവിടെ എനിക്ക് തന്നല്ലോ, ഇവനെനിക്ക് തന്നല്ലോ, ഭാഗ്യം ദൈവം നോക്കും. ഈ ചില ഭർത്താക്കന്മാരൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഭാര്യയ്ക്ക് ജോലിയില്ല, പക്ഷെ നല്ല കുടുംബ സാഹചര്യത്തിൽ നിന്നൊക്കെ വന്നതൊക്കെയാണ്, പക്ഷെ അവളുടെ പേരിലൊന്നുമില്ല. അപ്പോൾ പുതിയൊരു സ്ഥലം മേടിക്കുമ്പം ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പേരിൽ ഒരുമിച്ച് മേടിക്കുക, എന്തെങ്കിലും പ്രോപ്പർട്ടികൾ അല്ലെങ്കിൽ എന്തെങ്കിലും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവൾക്കൊരു വിലയുണ്ടല്ലോ എൻ്റെ പേരിൽ. അല്ലെങ്കിൽ മാത്രമല്ല, എനിക്കെന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ എൻ്റെ ഭാര്യയുടെ പേരിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്ന് പുതിയ തലമുറ പോലും ചിന്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതൊരു നല്ല കാര്യമില്ല. പക്ഷെ എന്നാൽ നേരെ തിരിച്ചുള്ളവരുമുണ്ട്, എന്ത് പ്രോപ്പർട്ടി മേടിച്ചാൽ എന്ത് ചെയ്താലും സ്വന്തം 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 പേരിൽ മാത്രം. പക്ഷെ ആ കാലമൊക്കെ മാറണ്ടേ? മാറണം. ആ മനോഭാവം ശരിയല്ല. പണ്ട് സ്ത്രീ ആശ്രയബോധത്തോടെ ഭർത്താവിൻ്റെ വീട്ടിൽ വരുമ്പം ഇതൊക്കെ ശരിയാണ്. എൻ്റെ സ്ഥലം അന്ത കാഴ്ചപ്പാട് ഭാര്യയെന്ന് വെച്ചാൽ മക്കളെ പ്രസവിക്കാനുള്ള ഒരു പാർട്ട്ണർ, ഈക്വാലിറ്റി ഇല്ലെന്ന്, അധികാരിയും അടിമത്വവും പോലെ കരുതിയിരുന്നു. പണ്ടങ്ങനെ ആരും ഒരു പരിചയമില്ലാത്തവരത്തിൻ്റെ പുറകെ ഇറങ്ങി പോയേക്കാം, പിന്നെ ഏത് അടിമയാണ് അവിടെ പോയി അങ്ങ് ജീവിച്ച് തീർക്കുമായിരുന്നു. ഇന്ന് കാലം മാറിയല്ലോ. ഇന്ന് രണ്ടുപേരും ഈക്വൽ കൺട്രിബ്യൂഷൻ നടത്തുന്നവരാ രണ്ടുപേരും. അപ്പോൾ രണ്ടുപേർക്കും അവകാശമുണ്ട്. ഭാര്യയുടെ കാശ് കൊണ്ട് എല്ലാം സ്വന്തം പേരിലാക്കാൻ പറ്റില്ല. അങ്ങനെ വഴങ്ങി കൊടുക്കുന്ന പെണ്ണുങ്ങളുണ്ട്, ഉണ്ടല്ലേ, എനിക്ക് തന്നെ പെൻഷൻ ചെയ്യുന്നുണ്ടല്ലോ, കണ്ണടച്ച് വിടുന്നവരുണ്ട്. പക്ഷെ നീതിയല്ല. നീതിയിൽ ഒരു ഈക്വാലിറ്റി ഉണ്ട്, തുല്യതയുണ്ട്. ആ തുല്യതയിൽ സ്ഥലം മേടിച്ചാലും എന്ത് മേടിച്ചാലും അവൾക്കും കൂടി അവകാശമുണ്ടെന്ന് തോന്നുന്ന രീതിയിൽ അത് ചെയ്താൽ അല്പം കൂടെ മാനസികമായിട്ട് ഫ്രീ ആവും ദാമ്പത്യത്തിൽ. ഇല്ലെങ്കിൽ തോന്നും, അല്ലെങ്കിൽ അതുപോലെ നല്ല വീട്ടന്തരീക്ഷമായിരിക്കണം, സ്വന്തം വീട് എല്ലാ കാര്യമേ. അപ്പം പിന്നെ നമുക്ക് ഫീൽ ചെയ്യല. അതില്ലെങ്കിൽ വല്ലാതെ ഫീൽ ചെയ്യും. കുറച്ച് കുറവുള്ളിടത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും പോരൂത്തിയും വഴക്കുണ്ടാക്കുന്ന ഇല്ലോസും ഒക്കെ ആണെന്ന് വരില്ലേ, ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പം പറഞ്ഞ വിശ്വാസം, പരസ്പരമുള്ള വിശ്വാസങ്ങളായിരുന്നു കൂടുതലും. ദൈവത്തിലുള്ള ഒരു വിശ്വാസത്തെക്കുറിച്ച് കൂടെ നമുക്ക് ആഡ് ചെയ്യാൻ തോന്നുന്നു. മക്കളും എല്ലാവരും ഒരു വിശ്വാസമാണല്ലോ. അതെ അതെ, അതിനകത്തുള്ള ഇതാണ് നമ്മളെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൽ ആശ്രയിച്ച് ആദ്യ മാതാപിതാക്കൾ നടന്നു. ആ നടന്ന സ്ഥലത്തിൻ്റെ പേരായിരുന്നു പറുദീസ. പറുദീസ. ഇന്നും ദൈവത്തിൻ്റെ കരം പിടിച്ച് നമ്മൾ നടക്കുമ്പോൾ കുമ്പസാരം, കുർബാന, കൊന്ത, സന്ധ്യാപ്രാർത്ഥന, സഭയുടെ പാരമ്പര്യങ്ങൾ അത് ജീവിക്കുമ്പോൾ ഇന്നും ഒരു പറുദീസയാണ്. ഒരു പറുദീസയാണ്. ആ പറുദീസ നഷ്ടപ്പെടുന്നത് ദൈവത്തെ മറക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്വരത്തിന് പകരം പറുദീസയിൽ സാത്താൻ്റെ സ്വരത്തിന് കാത് കൊടുത്തപ്പോൾ പറുദീസ നഷ്ടപ്പെട്ടു, ഒരു പുറത്തായി. ഇതുപോലെ ദൈവത്തിലുള്ള സ്ഥാനം വിട്ടിട്ട് സമ്പത്ത്, സ്വാധീനം, സൗഹൃദം, പിടിപാടുകൾ അതിൽ മാത്രം ഊന്നി നടക്കുന്നു. റോട്ടറി ക്ലബ്ബ്, ജെസ്സി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, ഇത് മാത്രം ഓടി നടക്കും. എപ്പോഴും ക്ലബിൻ്റെ ആൾക്കാരാണ്, പെരയ്ക്കത്തെ ആളല്ല. അതാണാണെങ്കിലും പെണ്ണാണെങ്കിലും, വനിതാ സംഘടന, വനിതാ സമാജം, ക്ലബ്ബ്, ഇങ്ങനെ സ്ത്രീ പോയാലും പുരുഷൻ പോയാലും പോകുന്ന ഒരു കുഴപ്പമില്ല. ഇങ്ങനെ പോകുമ്പോഴും ബേസിക്കായിട്ട് പിടിച്ചു നിൽക്കുന്ന ഒരു ദൈവം അവർക്ക് വേണം, ഇല്ലെങ്കിൽ ചെതറിപ്പോവും. അങ്ങനെ ചെതറിയപ്പോഴാണ് മൂത്ത മകൻ ഇളയവനെ കൊന്നത്. കായൻ ആബേലിനെ കൊന്നു. ബേസ് ദൈവമാണ്. അങ്ങനെ ചുറ്റിപ്പറ്റിയുള്ള ജീവിതം. എത്ര കാശുണ്ടെങ്കിലുമൊക്കെ എൻ്റെ കാരണന്മാർ പഠിപ്പിച്ച പാരമ്പര്യങ്ങൾ, പ്രാർത്ഥനകൾ, സഭയുടെ ആചാര അനുഷ്ഠാനങ്ങൾ ഇത് കളയാതെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് കാറ്റടിച്ചാലും കോടടിച്ചാലും പിടിച്ചു നിൽക്കും. അതില്ലേ ചെറിയ ഒരു കാറ്റ് വരുമ്പം, ചെറിയ കോൾ വരുമ്പോൾ അസ്വസ്ഥരാകും. കാരണം തൻ്റെ തന്നെ ശക്തിയിൽ ആശ്രയിക്കുന്നത്. നമ്മുടെ തന്നെ ശക്തിയിൽ ആശ്രയിച്ചാൽ കൊച്ചു കൊച്ചു കാര്യം നമ്മളെ ഒലയ്ക്കും. ദൈവത്തിൽ ആശ്രയിച്ചാണെങ്കിൽ എന്ത് വന്നാലും നമ്മൾ പിടിച്ചു നിൽക്കും, സഹിച്ചു നിൽക്കും. ഈ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴേ നമ്മൾ ഈ ബൈബിൾ വെച്ചിട്ട് ആദ്യമേ തന്നെ സമ്പത്തിലും ദാരിദ്ര്യത്തിലും മരണം വരെ വിശ്വസ്തരായിരുന്നു കൊള്ളാം എന്നാണെന്നല്ലോ പറയുക. വിശ്വാസവഞ്ചന കാണിച്ചു, ഭർത്താവിനോട് ഞാൻ വിശ്വസ്തതയില്ലാതെ പെരുമാറി എന്നൊക്കെ കേൾക്കാറുണ്ടായിരിക്കുമല്ലോ അല്ലേ? അപ്പം ഈ പറയുന്ന റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കും അത് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലേ ധാരാളമായിട്ട്? അവിടെയും നമ്മളൊരു വിശ്വാസം അബദ്ധം പറ്റാത്തവരില്ല, അല്ലെങ്കിൽ അങ്ങനെ വരുന്നവരുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകുമെങ്കിലും എങ്ങനെ തിരിച്ചു വരാം, എങ്ങനെ ആ കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒന്ന്
അതിപ്പം നമ്മൾ പറഞ്ഞു വരുമ്പം ആഴപ്പെടാം. ഈ ദാമ്പത്യ വിശ്വസ്തത ഒരു പുരുഷനോടുള്ള എൻ്റെ അറ്റാച്ച്മെൻറ്റ് ഒരു സ്ത്രീയോട് കൊണ്ടാണ് വിവാഹത്തിലെ സിമ്പലായിട്ട് കാണിക്കുന്നത് വേഴാമ്പലാണ്. പക്ഷി വേഴാമ്പല. വേഴാമ്പൽ പക്ഷിക്ക് സ്വന്തം ഇണയല്ലാതെ വേറൊരു പെണ്ണിന് പുറകെ വേഴാമ്പൽ പോവുകയല്ല. അത് സ്വന്തം ഭാര്യ, സ്വന്തം ഭർത്താവ്, മറ്റൊരു ജീവിയിലേക്കോ ഒരു പക്ഷിയിലേക്കോ ആകർഷണമില്ല. സ്വന്തം ഭർത്താവിനേക്കാൾ അഴകുള്ള വേഴാമ്പലിനെ കണ്ടാലും പോവുകയല്ല. സ്വന്തം പാട്ടിനേക്കാൾ അഴകുള്ള വേഴാമ്പൽ പെണ്ണിനെ കണ്ടാൽ ആണും പോകത്തില്ല. അതുകൊണ്ടാണ് വിവാഹത്തിൻ്റെ ഇന്ത്യൻ പശ്ചാത്തലത്തിലെ സിമ്പൽ വേഴാമ്പൽ. വിശ്വസ്തതയെക്കുറിച്ചാണ് പറയുക. അപ്പം അങ്ങനെയുള്ള വിശ്വസ്തതയുടെ ജീവിതം പോകുമ്പോഴത്തേക്ക് ഒരു പക്ഷേ കുടുംബത്തിൽ ഭർത്താവിന് അമിതമായ പരിഗണനയോ വാത്സല്യമോ സ്നേഹമോ ഒന്നും കിട്ടാതെ വരുമ്പോൾ കൂട്ടത്തിൽ പണ്ട് പഠിച്ച ഒരു കൂട്ടുകാരന് അവളും, ഭാര്യയിൽ നല്ല സ്നേഹം കിട്ടിയില്ല ഒരു കൂട്ടുകാരി അവനോ കാണുമ്പം ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നും. അത് പാപമൊന്നുമല്ല, അത് മനുഷ്യപ്രകൃതിയുടെ ഭാഗമാണ്. അത് പാപമാകാതെ സൂക്ഷിക്കുന്ന ബന്ധമാക്കാൻ പഠിക്കണം. ഒരുപക്ഷെ അല്പം ഒരു ഷെയറിങ്ങോ വർത്താനോ അവനോട് പറയുമ്പം എൻ്റെ മനസ്സ് അയയാനും അല്പം കൂടെ നല്ലൊരു ഭാര്യയായിട്ട് ഇവിടെ ജീവിക്കാനും ആ ഫ്രണ്ട്ഷിപ്പ് സഹായമാണെങ്കിൽ അത് കുഴപ്പമില്ല. അല്ലെങ്കിൽ എൻ്റെ കൂടെ പഠിച്ചൊരു പെണ്ണ് അവളുടെ വർത്താനം പറച്ചിലും ഇടപെടലും ഒക്കെ എൻ്റെ കുടുംബജീവിതത്തിന് കുഴപ്പമില്ലാതെ സഹായമാവുകയും എനിക്കൊരു വൈകാരിക തരത്തിലൊന്ന് പറയാനൊക്കെ പറ്റുന്ന ഒരാൾ വേറെ ഒന്നിലേക്കും പോകുന്നില്ല, അങ്ങനെ എനിക്ക് കുഴപ്പം വരില്ല. പക്ഷെ അപകടം കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതൊരു ദേഹത്തിൻ്റെ ആകർഷണമായിട്ട് മാറി അപകടത്തിൽ ചാടുമ്പം കുടുംബം തകരാനും അത് പ്രശ്നമാകും. ഇപ്പം വിശ്വസ്തത നമ്മുടെ ചിന്തയിലുമുണ്ട്, പ്രവർത്തനത്തിലുണ്ട്, ഇടപെടലിലുണ്ട്, എല്ലായിടത്തും ഗൗരവം മാറിയിരിക്കും. ഒരു അമ്മ കൊടുക്കുന്ന ഉമ്മ, കാമുകൻ കൊടുക്കുന്ന ഉമ്മ, യൂദാസ് ഈശോയ്ക്ക് കൊടുത്ത ഉമ്മ, എല്ലാം ചുംബനമാണ്. ഗ്രേഡ് വ്യത്യാസം. ഇതുപോലെ ഫ്രണ്ട്ഷിപ്പുകളും അടുപ്പങ്ങളിലും വ്യത്യാസം. തെറ്റാത്ത ട്രാക്കിലൂടെ കൊണ്ടുപോകാൻ പഠിച്ചാൽ ഒരു ബന്ധവും ഒരിക്കലും നമ്മളെ തടസ്സപ്പെടുത്തുകയല്ല. നമ്മൾ പല വിശ്വസ്തതയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി എനിക്കൊന്ന് അവസാനം മക്കളിലേക്ക് കിടക്കാൻ തോന്നുന്നു. മക്കളെ വിശ്വസിക്കാൻ കൊള്ളാവോ ഈ കാലത്ത്? ചിലർ പറയും മക്കളെ വിശ്വസിക്കാൻ കൊള്ളില്ല. ചിലർക്ക് അമിതമായ വിശ്വാസമാണ്. പക്ഷേ എങ്കിലും മക്കളിലുള്ളൊരു വിശ്വാസം കൊണ്ടാണ് പലരും ചെയ്യുന്നത്. ഇപ്പം നേരത്തെ ഒരു എപ്പിസോഡിൽ പറഞ്ഞാൽ ഇപ്പം പഠിപ്പിക്കുന്നത്, ഒരു ലോൺ എടുത്ത് അല്ലെങ്കിൽ അവർ നന്നായി വരും, എല്ലാത്തിലും ഒരു വിശ്വാസമാണല്ലോ. അപ്പം ആ ഒരു മേഖലയും കൂടെ നമുക്കൊന്ന് സംസാരിച്ച് നിർത്താം. ഇന്ന് മക്കളെ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം മൊബൈൽ ഫോൺ ദുരുപയോഗിക്കുന്ന മക്കൾ, പണം ദുരുപയോഗിക്കുന്ന മക്കൾ, ഇങ്ങനെയെല്ലാം നമ്മളൊരു കളിപ്പീര് കാണാം. അപ്പം അതുകൊണ്ട് അല്പം കൂടി ഒരു കണ്ണ് മക്കളുടെ മേൽ വേണം. പറയുന്നത് വെറുതെ അങ്ങ് വിശ്വസിച്ച് വെട്ടി വീഴുന്നത്. ഏത് മക്കൾ പറഞ്ഞാലും ഒരു അന്വേഷണ കണ്ണ് അപ്പനും അമ്മയ്ക്കും പുറകിൽ വേണം. കാരണം മക്കളുടെ ഭാഗത്ത് തന്നെ കബളിപ്പിക്കലുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. അവർക്ക് അവിടെ ന്യായീകരണം കാണും. അത് മനസ്സിലാക്കിയിട്ട് വീടിനെ നന്മയ്ക്ക് അപ്പനും അമ്മയും ശ്രദ്ധിക്കണം മക്കളിൽ. അപ്പോൾ ഈ മക്കളോട് വിശ്വസ്തതയുള്ള അപ്പനും അമ്മയും ആയിരിക്കുകയും വേണം. എല്ലാ രീതിയിലും ഉത്തരവാദിത്തമുള്ള പിതൃത്വം, മാതൃത്വം വഹിക്കാനും പറ്റണം. കുഞ്ഞുങ്ങളുടെ പഠനം, ഭാവി കാലം, അവരുടെ ഈ സാമ്പത്തിക മേഖല, ഓരോന്നും പഠിക്കുന്ന കാലം മുതലേ അവർക്കുള്ള ഒരു സേഫ്റ്റി കൊടുക്കാൻ അപ്പനും അമ്മയും മടിക്കരുത്. കുഞ്ഞുങ്ങൾക്ക് തോന്നണം ഈ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ ഞങ്ങളുടെ ജീവിതം ഭദ്രമാണ്. ആ രീതിയിലുള്ള പെരുമാറ്റം മക്കൾക്ക് കൊടുക്കാനായിട്ട് അപ്പനും അമ്മയും ശ്രദ്ധിക്കണം. മക്കളും തിരിച്ച് ഞങ്ങളെ കൺമണി പോലെ കാക്കുന്ന അപ്പനെ വഞ്ചിക്കരുത്, അമ്മയെ വഞ്ചിക്കരുത്. അങ്ങനെ വഞ്ചിച്ചാൽ ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാകുകയില്ല. ആ രീതിയിൽ മക്കളും കാണണം. അങ്ങനെ കാണുമ്പോൾ മക്കൾ എന്ത് ചെയ്തും അന്യമതത്തിലുള്ള പിള്ളേരുമായിട്ട് പ്രേമബന്ധത്തിലേക്ക് പോവില്ല. അപ്പൻ്റെയും അമ്മയുടെയും ആ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് സ്വന്തം മതം, സ്വന്തം വിശ്വാസം അതിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇല്ലെങ്കിൽ അമ്മ കരഞ്ഞാലും അപ്പം കരഞ്ഞാലും എനിക്കൊരു പുല്ലുമില്ല, എൻ്റെ വികാരം പൂർത്തിയാക്കാൻ വേണ്ടി ഒരാളുടെ പുറകെ ഞാനും ഓടും. അത് വിശ്വസ്തതയ്ക്ക് വിരുദ്ധമായ ഒരു പെരുമാറ്റമാണ് നമുക്ക്. അപ്പം കാരണന്മാരെ നൊമ്പരപ്പെടുന്ന ഫ്രണ്ട്ഷിപ്പില്ല. പണം ദൂർത്തടിക്കുകയല്ല, ദുഷിച്ച ഉപയോഗങ്ങൾ, മദ്യമോ പുകവലിയോ മയക്കുമരുന്നോ ഒന്നും ചെയ്യാൻ പറ്റിയല്ല. കാരണം വിശ്വസിക്കേണ്ട ഒരു അമ്മ ഒരപ്പൻ്റെ മുഖം തെളിഞ്ഞു വരും. ആ അപ്പൻ്റെയും അമ്മയുടെ മുഖം തെളിഞ്ഞില്ലെങ്കിൽ വൃത്തികെട്ട സുഹൃത്തുക്കളുടെ മുഖം തെളിഞ്ഞു വരും.
എല്ലാവരും വൃത്തികെട്ടവരെന്നല്ല, ഒരുപാടെണ്ണം അങ്ങനെയുണ്ട്. നമ്മുടെ കുട്ടികളെ ചതിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അവർക്ക് കുടിയും വലിയും മയക്കുമരുന്നൊക്കെയാണ് ജീവിതത്തിൻ്റെ ആഘോഷം. അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ പെടാൻ തോന്നിയാൽ എനിക്ക് വേണ്ടി സഹിച്ച അമ്മയെ ഓർക്കുമ്പോൾ, എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അപ്പനെ ഓർക്കുമ്പോൾ ഞാനപ്പോൾ ഓർക്കുവാണ്, അത് ശരിക്കും അങ്ങനെ ഓർക്കാൻ പറ്റണം മക്കൾക്ക്, അല്ലേ? അത് മാതാപിതാക്കൾക്കുള്ളൊരു ചലഞ്ചാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കൾ ശരിയല്ലെങ്കിൽ മക്കളെ നമുക്ക് കുറ്റം പറയാനും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ മാതാപിതാക്കൾ മോഡലായിരിക്കണ്ടേ അപ്പം ആ സ്ഥിതിയിൽ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരു ചോദ്യം വരുമല്ലോ, അല്ലേ? എൻ്റെ അപ്പനും അമ്മയും ഞാൻ എന്തോർത്തിട്ടാണ് അവരെ വിശ്വസിക്കേണ്ടത്, അവരെങ്ങനെയാണ് ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ലേ? അതാണ് പറയും, ഒരു യുവതി പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെ, ദൈവമേ ഞാൻ നിൻ്റെ മുമ്പിൽ കഴിഞ്ഞ കാലങ്ങളിൽ വിശ്വസ്തയായതുപോലെ വിശ്വസ്തതയുള്ള ഒരു പുരുഷനെ തരണം. അവളുടെ പ്രാർത്ഥന അതായിരിക്കണം. ഒരു പുരുഷൻ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നോട് എങ്ങനെ നിൻ്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നു, അതേ വിശ്വസ്തതയുള്ളൊരു പെണ്ണിനെ തരണം. നീ അങ്ങനെ പറ്റിയില്ലെങ്കിലോ? പറ്റാത്തവരാണല്ലോ ഒത്തിരി പേര് കാണുമല്ലോ ഇപ്പോൾ കേൾക്കുമ്പോൾ. അങ്ങനെ അവർക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുമല്ല. റിയൽ പ്രയർ ഇതാണ്. അപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ വിശ്വസ്തനാണ്, അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നതേ. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കുണ്ടാകുന്ന മക്കൾക്കും എന്തെല്ലാം കൂട്ടിയിട്ട് വന്നാൽ അവസാനം തിരിഞ്ഞു വളഞ്ഞ് ഇതിലേക്ക് തന്നെ വരും. നമ്മൾ കാണുന്നുണ്ട് ഈ മുന്തിരിവള്ളികൾ തളർക്കുമ്പോൾ എന്ന പടം. അത് മോഹൻലാൽ സ്വന്തം ഭാര്യയിൽ നിന്നകന്ന് മറ്റൊരു സ്ത്രീയിലേക്ക് നോക്കി നോക്കി പോയപ്പോഴാണ് മോള് പഴിച്ചു പോയത്. അതേസമയത്ത് തിരിച്ച് ഭാര്യയിലേക്ക് വന്നപ്പോൾ അവൾ പറയും, അയ്യോ എൻ്റെ അപ്പനും അമ്മയും അവരെ വിട്ടിട്ട് ഞാൻ ഒന്നിനുമില്ല. അപ്പോൾ വിശ്വസ്തത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കേണ്ടതും കൊടുക്കേണ്ടതുമാണ്. അതൊരു സത്യമല്ലേ ശരിക്കും? മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയ മക്കളിലൂടെ അത് പ്രകടമാകുന്നു പറയുന്നത് ശരിയാണോ? അതെ അതെ, ഉണ്ടാകുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് തരംഗം അങ്ങ് പോകും. നമുക്കൊന്നും പറയാനും പറ്റാത്ത വിധത്തിൽ തിരുത്താൻ പറ്റിയല്ലോ. അപ്പോൾ ഏതായാലും വിശ്വാസത്തിൻ്റെ പല പല അടിസ്ഥാനങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം എനിക്ക് നല്ലൊരു റോൾ മോഡലായിരിക്കാനും കൂടി അപ്പനും അമ്മയ്ക്കും പറ്റട്ടെ, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ കൂടെ ആകാൻ പറ്റട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.